സാർ, അല്പസമയം മുമ്പ് മനോരമ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് എമ്പുരാന്റെ വ്യാജ പതിപ്പ് പുറത്തായിരിക്കുന്നു എന്ന രീതിയിലാണ്. ടെലിഗ്രാമിലൂടെയാണ് ഈ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. അതെന്തായാലും ആ സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും പൈറസിക്കെതിരെ വ്യാപകമായ തോതിലുള്ള പ്രചാരണം നേരത്തെ നടന്നിരുന്നതാണ്, ക്യാമ്പയിൻ നടന്നതാണ്, നടപടികൾ ഉഷാറാക്കിയതുമാണ്. അപ്പോൾ അതിനെതിരെ ഇത്രയും വലിയ കോടികളുടെ മുതൽ മുടക്കുള്ള അതിൻ്റെ എല്ലാവിധ സെക്യൂരിറ്റികളും അവർ കൈക്കൊണ്ടിരിക്കും. അതിനപ്പുറം ഇതിൻ്റെ വ്യാജ പതിപ്പ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അസാധ്യമായതിൻ്റെ സാധ്യമാക്കലാണ് നടത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ടെലിഗ്രാഫ് വഴിയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കപ്പെടാവുന്നതേ ഉള്ളൂ. എവിടെ നിന്ന് വന്നെന്നുള്ളത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണം. മനോരമ ഇങ്ങനെയാണ് പറയുന്നത്: വ്യാഴാഴ്ച റിലീസ് ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ വ്യാജ പതിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഓൺലൈൻ സൈറ്റുകളിലും ടെലിഗ്രാമിലുമാണ് വ്യാജ പതിപ്പുകൾ സൗജന്യമായി പ്രചരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ് റോക്കേഴ്സ്, മൂവി റൂൾസ് എന്നീ വെബ്സൈറ്റുകളിൽ ഉൾപ്പെടെ ഇത് പ്രചരിക്കുന്നതായും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് പറയുന്നു എന്നാണ് പറയുന്നത്. ഇത് സോഴ്സ് കൺഫേം ചെയ്തിട്ടില്ല. ഇത് കൺഫേം ചെയ്യപ്പെടാത്ത ഒരു വാർത്തയാണ്. ഇത് കിംവദന്തിയാവാം. ഒരുപക്ഷെ ഇത്രയും പേരുകേട്ട സിനിമയ്ക്ക് കുറച്ചുകൂടെ പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാവാം. ഇത് കണ്ടതായിട്ട് ആരും പറയുന്നില്ല, ദൃക്സാക്ഷികളില്ല. അപ്പോൾ ഇതൊരു പ്ലാന്റഡ് സ്റ്റോറി ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മനോരമ. അങ്ങനെ ഒരു സ്റ്റോറി ആവാനും സാധ്യതയുണ്ട്. ഇത്രയും കോടി മുതൽ മുടക്കി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ വളരെ രഹസ്യമായിട്ട് ചെയ്തിരിക്കും. അഥവാ പോയാൽ തന്നെ സോഴ്സ് എവിടെ നിന്ന് കണ്ടുപിടിച്ച് നടപടി എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞെങ്കിൽ സേ നോ ടു പൈറസി എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട്. സേ നോ അല്ല, ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് പൈറസിയാണ് വേണ്ടത്. സേ നോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് മുൻപ് തന്നെ ഭയം കാണും. അതുകൊണ്ടായിരിക്കും ഇത്തരം പോസ്റ്റുമായി തന്നെ രംഗത്ത് വന്നതല്ലേ? പോസ്റ്റ് വന്നിട്ട് കാര്യമില്ല, നടപടിയാണ് ആവശ്യം. വ്യാജ പൈറസി എന്ന് പറയുന്നത് ഒരു കുറ്റം തന്നെയാണ്. അത് ശിക്ഷാർഹമായ കുറ്റമാണ്. അത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അല്ല വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്രയും പേരുടെ, ഞാനിപ്പോൾ പൃഥ്വിരാജിൻ്റെയോ മോഹൻലാലിൻ്റെയോ കുടുംബം പട്ടിണിയാവുമെന്നല്ല ഈ സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല അവർക്ക്. അതേസമയം ഇവിടെ ചെയ്യുന്ന ലൈഫ് ബോയ് മുതൽ ആഹാരം വിതരണം ചെയ്യുന്ന ആൾക്കാർ വരെയുള്ള ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ചോറാണിത്, അവൻ്റെയാണിത് ചോറായിട്ട് വരുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നാം സിനിമയെ അത് കലാമൂല്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ സിനിമയെ നമ്മൾ സംരക്ഷിക്കണം, അവൻ്റെ പ്രതീക്ഷയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അതിനൊരു മാനവികമായിട്ടുള്ള ഒരു വിധാനമുണ്ട്. ആ തലത്തിൽ ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാകണം. അല്ല പിന്നെ പൃഥ്വിരാജായാലും മോഹൻലാലായാലും അവരുടെ പബ്ലിസിറ്റിയാണ്. ഇവരിപ്പോൾ സിനിമ മോശമായാൽ അവരുടെ ഇമേജാണ് തകരുന്നത്, അതിനപ്പുറം ഒന്നും തകരില്ല. മറ്റേ ജീവിതമാണ് തകരുന്നത്. വ്യാജ പതിപ്പുകൾ വന്ന് പല സിനിമകളും തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്ന പല സിനിമകൾ തകർച്ചയിലേക്ക് പോകുന്നതും നാം മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ. അത് പലപ്പോഴും അത് പോകുന്ന നെഗറ്റീവ് ക്രിറ്റിസിസം കൊണ്ടാണ്. മനഃപൂർവ്വം ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് ക്രിറ്റിസിസം അന്ന് തന്നെ തുടങ്ങും. സിനിമ കാണാതെ തന്നെയുള്ള വിമർശനങ്ങൾ തന്നെ കൂമ്പിലെ ചീഞ്ഞു പോവുക, ആ ഒരു പതിവാണ് കണ്ടത്. ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു വിമർശനം ഇതുവരെ പോയിട്ടില്ല. വന്ന വിമർശനങ്ങളെല്ലാം അങ്ങ് മുക്തകണ്ഠം പ്രശംസിക്കുന്നതുമല്ല. ഇനി ഒരു രണ്ടാം ഭാഗം വരണം എന്ന് പറയുമ്പോൾ അത് ഒന്നാം ഭാഗത്തിൽ അത്ര തൃപ്തിയില്ല എന്ന് ചിലരും പറയുന്നുണ്ട്. ഈ ഒന്നാം ഭാഗത്തിൽ അത്ര കണ്ട് തൃപ്തിയില്ലാത്തവരും ആരും പക്ഷേ മോശമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ വന്നിട്ടുള്ളത്, വെളുപ്പാങ്കാലത്തുള്ള കാഴ്ചയിൽ കണ്ടിട്ടുള്ളത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ ആരാധകർ തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. തന്നെയല്ല, മാസങ്ങൾക്ക് മുമ്പേ ഇത് ബുക്ക് ചെയ്ത്, വന്ദേ ഭാരതം ബുക്ക് ചെയ്യുന്ന പോലെ ബുക്ക് ചെയ്ത് ഷോ കാണാൻ പോയിട്ടുള്ളവർക്കല്ല ടിക്കറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ അവരിൽ നിന്നൊരു മറിച്ചൊരു അഭിപ്രായം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇതുപോലെയായിരുന്നു രാമലീല. ആദ്യ നാളുകളിലൊക്കെ വലിയ അഭിപ്രായം, വലിയ സിനിമ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കണ്ടു. ഒരുപാട് പേര് കണ്ടപ്പോൾ ആ സിനിമ ഒന്നുമില്ല, വെറും പൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ദിലീപിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും. അല്ലാത്ത മാനങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടൊന്നും ആളുകളെ ആകർഷിക്കുകയില്ല. സിനിമയിൽ മതവും രാഷ്ട്രീയവും വലിയ രീതിയിൽ ഇടകലരുന്നുണ്ടല്ലോ. രാഷ്ട്രീയം വലുതായിട്ട് ആകർഷിക്കാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ടി വിയിലൂടെ ആവശ്യത്തിലധികം സിനിമ അവർ കാണുന്നത് സിനിമ പൊളിറ്റിക്കൽ ഡയറിയ അല്ലെങ്കിൽ വേർബൽ ഡയറിയയുടെ തലം വരെ എത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രൈം ടൈം ചാനലുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലൊരു ആകർഷണം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല. ഇപ്പോൾ സിനിമയ്ക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല.
പിന്നെ വൻതോതിലുള്ള മാജിക്ക്, അതിനുള്ള സാങ്കേതിക, അതൊരു ക്രാഫ്റ്റാണ്, ആർട്ടല്ല. ആർട്ടിനപ്പുറത്തേക്ക് പോകുന്ന ക്രാഫ്റ്റുകളിലൂടെ അതിനെ കലാപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർട്ടിനപ്പുറം പോകുന്ന ക്രാഫ്റ്റുകളിലൂടെയൊക്കെ പ്രേക്ഷക ശ്രദ്ധ ഒമ്പോ കൊള്ളാം ഇതെന്നൊക്കെ പറയും. നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന ഒരു കൗതുകത്തോടു കൂടി കാണാനുള്ള ഒരു വാസന ആളുകൾ സൃഷ്ടിക്കാനത് കഴിഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഒരു വാസന ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ ഇതൊന്ന് കാണാനുള്ള ഉദ്വേഗം ജനങ്ങളിൽ ഉണ്ടാവും. അതിൻ്റെ പ്രേരണയാലും പലപ്പോഴും ഈ വ്യാജ പതിപ്പുകൾ ചിലവാക്കാൻ, നമ്മളൊന്നും ഓർക്കേണ്ട, വ്യാജ പതിപ്പ് ഈ സ്വർണം കടത്തി പണം ഉണ്ടാക്കുന്ന പോലെ പണം ഉണ്ടാക്കുന്നില്ല. പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് കുറ്റമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനീ പറഞ്ഞതുപോലെ സിനിമ ഇൻഡസ്ട്രി, ലൈറ്റ് ബോയ് മുതൽ അങ്ങ് പ്രൊഡ്യൂസർ വരെയുള്ളവരുടെ അന്നമാണത്. തീർച്ചയായിട്ടും അവർക്ക് വരുമാനം കിട്ടേണ്ട ഒന്നാണ്, അവരുടെ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത്. മേളിലുള്ളവർ ഇതിനെതിരെയുള്ള കർശന നിയമങ്ങൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു തടയിടാൻ കഴിയാത്തത്? തടയിടാൻ കഴിയാത്ത ഒരു രംഗമാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ആ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ ഓപ്പണാണ്. പ്രത്യേകിച്ചും ഈ സൈബർ ഇടങ്ങൾ വളരെ ഓപ്പണാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വീടിനാണെങ്കിൽ താഴുണ്ട്, ഗോദ്രേജിൻ്റെ താഴ് കൊണ്ടൊരു പൂട്ട് പൂട്ടാം, ഒരു അയൺ ബാർ കൊടുക്കാം, പോലീസിനോട് ആവശ്യപ്പെടും. ഇത് പക്ഷേ അങ്ങനല്ല. ഒരു പൂട്ടിട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാൾ വന്ന് പൂട്ട് തുറക്കാൻ പറ്റും. ആ ഗോദ്രേജിൻ്റെയൊക്കെ കീ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തുറക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു സംഭവമാണ്. കള്ളന്മാർക്ക് എവിടെയും കയറി മോഷണം നടത്താൻ പറ്റും. സംരക്ഷിച്ചു വച്ചിരിക്കുന്ന മുതൽ അത് കുറച്ചുകൂടെ വിദഗ്ധമായിട്ടുള്ള ഒരു സൈബർ പ്രവർത്തനത്തിലൂടെ അതിനെ അട്ടിമറിച്ച് തുറക്കാൻ പറ്റും, ഓപ്പൺ ആക്കാൻ പറ്റും. എത്ര പാസ്വേഡ് ഇട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സംഭവം ഇതിൻ്റെ ഒരു വിദഗ്ധനല്ല, ഇത് ശരിക്കും IT വിദഗ്ധന്മാർ പറയേണ്ട കാര്യമാണ്. അവിടെ അപ്പുറത്ത് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ആ സ്പേസ് തുറക്കാൻ ഒരു പ്രയാസമില്ല. ഒരു വീട്ടിലും കയറണ്ട, ഭവനഭേദനം നടത്തണ്ട, ഒന്നും വേണ്ട, ഒരാളെയും മർദ്ദിക്കുക വേണ്ട, അവശനാക്കുകയും വേണ്ട, ഒന്നും വേണ്ട. സുരക്ഷിതമായി അവനവൻ്റെ വീടിൻ്റെ സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ക്രിയയാണ്. അതുകൊണ്ടായിരിക്കും ഇതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജാഗ്രത. ഇത് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ? AI ക്യാമറയിൽ പതിക്കാൻ പറ്റുമോ? ഇത് ഇല്ല. പിന്നെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാവുന്നത് ഇതെവിടെ ആരാണിത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. തെളിവ് എപ്പോഴും അവിടെ ഉണ്ടാവും. ആ തെളിവിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, വേണ്ട വിധത്തിൽ ശിക്ഷിക്കുക ഉടൻ തന്നെ. അതോടൊപ്പം തന്നെ ഇത്തരം ചോർന്നു വരുന്ന രംഗങ്ങൾ കാണാൻ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ ചോർത്താനുള്ള ശ്രമം നടത്തുന്നത്. വെറുതെ കിട്ടിയ പിണ്ണാക്കും ആരും കഴിക്കില്ലേ? അത് സ്വാഭാവികം മാത്രമാണ്. തിയേറ്ററിൽ പോയി ഇത്രയും മനക്കെട്ട് ബുക്ക് ചെയ്ത് പണവും മുടക്കി കാണാൻ ഒരു കാണും. അത് മറ്റൊരു മാനവിക. പക്ഷെ ഒന്നാമത്തെ കാര്യം, അധ്വാനിച്ചവന് അതിൻ്റെ ഫലം കിട്ടാതെ വരരുത്. അധ്വാനിച്ച ലൈറ്റ് ബോയ്ക്ക് അതിൻ്റെ ഫലം കിട്ടാതെ വരരുത്. അവൻ്റെ ജീവിതമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതൊരു മോഷണ പ്രക്രിയ, ഒരു തെറ്റായ കുറ്റമാണ്. ആ കുറ്റം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു സംഘടിത നീക്കം കാണുമല്ലോ. ഒരു സിനിമയും ഒരു നടനെല്ലാം ഉയർന്നു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കാഴ്ചകൾ നാം പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. സ്വാഭാവികമാണല്ലോ. ഇത്ത് ആൻഡ് ഇൻ എന്ന് പറയുന്ന പോലെ നെഗറ്റീവും പോസിറ്റീവും ഫോഴ്സുകളുണ്ട്. ഭരണപക്ഷം ചെക്സ് ആൻഡ് ബാലൻസസ് കുറച്ച് വേണം താൻ. ഇപ്പോൾ ഭരണപക്ഷം ഏത് നീക്കം കൊണ്ടുവന്നാലും എതിർക്കുന്ന ഒരു പ്രതിപക്ഷമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാണുന്നത്. എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയെന്ന് ധരിച്ചു വശായിരിക്കുന്നത്. അതുകൊണ്ടാണ് ശശി തരൂർ ചില യാഥാർത്ഥ്യങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ കൂടി പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ചിലർക്കൊന്നും കഴിയാതെ വരുന്നത്. അങ്ങനെ ആയിരിക്കുന്നു. നിങ്ങളെ എതിർക്കുക, ഇന്ത്യയും പാകിസ്ഥാനുമാണ്, ശത്രു രാജ്യങ്ങളാണെന്നുള്ള മട്ടിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇടത്തിൽ ഇങ്ങനെയുള്ള ഒരു സിനിമകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്.